ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ നമുക്ക് ഇപ്പോൾ ഇഗ്നോയുടെ കീഴിൽ ഡിസംബർ സെക്ഷൻ അല്ലെങ്കിൽ ജാനുവരി സെക്ഷനിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള സംശയമാണ് എങ്ങനെ അഡ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാമെന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് ഏതൊക്കെ സബ്ജക്ട്സാണ് നമ്മുടെ കോഴ്സിലുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഗൂഗിളിൽ ഇഗ്നോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇഗ്നോ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻസ് വരും. അതിൽ തേർഡ് വൺ അല്ലെങ്കിൽ ഫോർത്ത് വൺ ആയിട്ട് അഡ്മിഷൻ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ എൻറോൾ നമ്പർ, നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നിങ്ങൾക്കൊരു എൻറോൾ നമ്പർ കിട്ടുമല്ലോ, ആ എൻറോൾ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അതിന് ശേഷം എൻ്റെ പ്രോഗ്രാം കോഡ്, നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഏതാണ്. നിങ്ങളൊരു PG സ്റ്റുഡൻ്റ് ആണെങ്കിൽ PG പ്രോഗ്രാം, MCOM MBA ഒക്കെ അടിച്ചു കൊടുക്കുക. നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ ഡിഗ്രിയിൽ വരുന്ന BCom BA ഏതാണ് നിങ്ങളുടെ പ്രോഗ്രാം, അത് അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഒരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മുടെ എൻറോൾ നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ പ്രോഗ്രാം, നമ്മൾ ഏത് മീഡിയമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇതൊക്കെ. പിന്നെ അടുത്തതായി വരുന്ന നമ്മുടെ അഡ്മിഷൻ ഇയർ, ഏത് ഇയറിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ ഇയർ അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അഡ്മിഷൻ നമുക്ക് ഏതുവരെ വാലിഡ് ആയിട്ടുണ്ട് ആ ഒരു ഇയറും ഇതിൽ കാണിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഡിഗ്രി പ്രോഗ്രാം എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഡിഗ്രിക്ക് മാക്സിമം 6 years ആണ്. 3 yearsൽ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ മാക്സിമം ഡ്യൂറേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്തെങ്കിലും സാഹചര്യത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാക്സിമം 6 years വരെയുണ്ട്. അതേപോലെ തന്നെ PG പ്രോഗ്രാം മിനിമം 2 years ആണ്. മാക്സിമം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 years വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 yearsൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് PG പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി ഏതുവരെ ഉണ്ടെന്ന് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൊടുത്ത അഡ്രസ്സ്, പിന്നെ നമ്മൾ ഏത് സ്റ്റഡി സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുത്തു എന്നുള്ള സ്റ്റഡി സെൻറ്റർ കോഡ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ നിങ്ങളുടെ സെമസ്റ്റർ പ്രോഗ്രാം ആണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് എന്ന് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് വരും. ഇപ്പോൾ MCOM പ്രോഗ്രാമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതിനാൽ തന്നെ ഇതിൽ MCOMൻ്റെ സബ്ജക്ട്സ് ഒക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ MCO 1, MCO 21, MCO 6, അങ്ങനെ സെക്കൻഡ് സെമസ്റ്ററിൽ MCO 7, MCO 3, MCO 15, പിന്നെ അതേപോലെ തന്നെ പ്രൊജക്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാകും. ഇങ്ങനെയാണ് അഡ്മിഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്